ഇങ്ങനെ നമ്മളെ അവിലുണ്ട റെഡി കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയവരുണ്ടാവുമായിരിക്കും, എങ്കിലും അത് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് കഴിച്ച് നോക്കാം, അടിപൊളിയാണ്. അപ്പോൾ ഈ അവിലുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേണ്ട ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഒരു പീസാക്കിയ തേങ്ങ, ചിരവിയെല്ലാം മുറിച്ചിട്ട് കേട്ടോ, പീസാക്കിയ തേങ്ങ ജാറിലേക്കിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. റോസ്റ്റ് ചെയ്ത അവിൽ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. റോസ്റ്റ് ചെയ്ത അവിൽ നമ്മൾ ഈ തേങ്ങയായിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്ത് വെച്ച അവിലേക്ക് അവിലും തേങ്ങയില്ലേ, അതിലേക്ക് നമ്മൾ കുറച്ച് റോസ്റ്റ് ചെയ്ത നിലക്കടല, ആ തോല് പൊക്കിയതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് നല്ലോണം പൊടിച്ചെടുക്കുക. നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ പൊടിച്ച് വെച്ച ശർക്കര ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് 2 മണി ജീരകം ഇട്ട് കൊടുക്കുക. ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം പൊടിച്ച് നല്ല നൈസാക്കിയിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിലുണ്ടേൻ്റെ മിക്സിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലോണം ഒന്നും കൂടി കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താക്കണം, നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് ഉരുട്ടിയെടുക്കുക. നീളത്തിലാക്കുക, എന്തായാലും കുഴപ്പമില്ല. ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ. ഒരു അവിൽ ഇപ്പോഴും കുട്ടികളങ്ങനെ കഴിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ പല രൂപത്തിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് അവിലുണ്ട ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നിലക്കടല ഇട്ടിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ടുണ്ട്, അവിലുണ്ട്. അപ്പം കുട്ടികൾ ഡയറക്റ്റ് ഇതൊന്നും തിന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഇങ്ങനെയെല്ലാം ആക്കി കൊടുത്താൽ അവർ കഴിക്കുമായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നല്ല അടിപൊളി ഷേപ്പിൽ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ.